പ്രസിഡന്റ് സ്ഥാനത്തെത്തിയതിനു ശേഷം ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കൻ കോൺഗ്രസിലെ ആദ്യ അഭിസംബോധന ഇന്നാണ്. ജനപ്രതിനിധി സഭ അഥവാ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. താൻ അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കിയ നയമാറ്റങ്ങൾ ട്രംപ് ഈ യോഗത്തിൽ വിശദീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ ട്രംപിൻ്റെ പ്രസംഗം, നമ്മുടെ ട്രംപ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ട്രംപ്, ഇദ്ദേഹം നടത്തുന്ന പ്രസംഗം ലോക രാജ്യങ്ങൾ മുഴുവൻ ഇന്ന് ശ്രദ്ധിക്കും. കാരണം അടിസ്ഥാനപരമായൊരു നയം മാറ്റം, എല്ലാ വരുമാനവും അമേരിക്കയ്ക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു വാണിജ്യ താല്പര്യം തെളിയിക്കുന്ന നയമാറ്റം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമോ എന്നുള്ളൊരു ശങ്ക ആൾക്കാർക്കുണ്ട്. മധു കൊട്ടാരക്കര അമേരിക്കൻ തത്സമയം ചേരുകയാണ്. മധു, തിരിവടിക്കുന്നതിൽ ചൈനയ്ക്കും കാനഡയ്ക്കും ഒക്കെ പണി കൊടുത്തു കഴിഞ്ഞു ഡൊണാൾഡ് ട്രംപ്. ഇനി ഇന്ത്യക്ക് പണി വരാൻ പോകുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. കാര്യം ഇക്കാര്യത്തിൽ അദ്ദേഹം രാജ്യമാര് എന്ന് നോക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ അഭിസംബോധന എത്രമാത്രം പ്രസക്തമായിരിക്കും? ഗുഡ് മോർണിംഗ്. മോർണിംഗ് എസ്കെൻ. ഡൊണാൾഡ് ട്രംപിന്റെ ഇന്നത്തെ പ്രസംഗം ലോക രാജ്യങ്ങൾ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസംഗമാണ്. അല്പസമയം മുമ്പ് അദ്ദേഹം വൈറ്റ് ഹൗസിൽ നിന്ന് പ്രഥമ വനിത മെലാനിയ ട്രംപുമായി ക്യാപിറ്റോൾ ഹില്ലിൽ എത്തി. ഏതാണ്ട് ഒരു 5 മിനിറ്റിനകം അദ്ദേഹം ചേംബറിലെത്തും. ചേംബറിൽ സ്പീക്കറും അതുപോലെ വൈസ് പ്രസിഡന്റ് JD വാൻസും എത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എലോൺ മസ്കിന്റെ സ്വാധീനം വെളിപ്പെടുത്തുന്ന രീതിയിൽ വൈറ്റ് ഹൗസിന് അനുവദിച്ചിരിക്കുന്ന ഗാലറിയിൽ പ്രഥമ വനിതയുടെ ഒപ്പമാണ് എലോൺ മസ്ക് ഈ പ്രസംഗം കാണുന്നത്. ഡെമോക്രാറ്റ്സ് ഉൾപ്പെടെ ചില ആൾക്കാർ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടെങ്കിലും ഈ സംയുക്ത ജനപ്രതിനിധി സഭയിൽ പ്രതിഷേധ സൂചകമായി സ്ത്രീകൾ ചിലർ പിങ്ക് വസ്ത്രം ധരിച്ചാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡെമോക്രാറ്റ്സിലെ ചില ആൾക്കാർ യുക്രൈന്റെ പതാകയുടെ കളറ് ധരിച്ചും എത്തിയിട്ടുണ്ട് പ്രതിഷേധ സൂചകമായി. പക്ഷേ ഇന്ന് ഏറ്റവും സുപ്രധാനമായ ഒരു പ്രസംഗത്തിൽ ട്രംപിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് യുക്രൈനിയൻ വാർ അവസാനിപ്പിക്കുവാനുള്ള നീക്കം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള കാര്യമായിരിക്കും. കാര്യം അല്പം മണിക്കൂറുകൾക്ക് മുമ്പാണ് സെലൻസ്കി വൈറ്റ് ഹൗസിൽ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുകയും ഡൊണാൾഡ് ട്രംപിന്റെ അധികാരത്തിൽ യുക്രൈനിയൻ യുദ്ധം അവസാനിക്കുവാനുള്ള ശ്രമങ്ങൾക്കും സമാധാനം പുനഃസ്ഥാപിക്കുവാനുമുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയും അമേരിക്ക നൽകിയ സേവനങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ധാതു കരാറിൽ യുക്രൈൻ ഒപ്പിടുമോ എന്നുള്ള ചില സൂചനകൾ ട്രംപ് നടത്തുവാൻ സാധ്യതയുണ്ട്. 24 മണിക്കൂർ മുമ്പാണ് ട്രംപ് യുക്രൈനുള്ള സൈനിക സഹായം നിർത്തിവെച്ചത്. തന്നെയുമല്ല, കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം തൊട്ടടുത്ത ദിവസമാണ് ട്രംപ് ഇത്ര വലിയ ഒരു സുപ്രധാനമായ ഒരു യോഗത്തിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അമേരിക്കയ്ക്ക് മാത്രമല്ല ലോക രാജ്യങ്ങൾ തന്നെ ഉറ്റുനോക്കുന്ന ഒരു സംയുക്ത ജനപ്രതിനിധി സഭയിൽ ഒരുപക്ഷെ അടുത്ത കാലത്ത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോവുകയായിരിക്കും. SK. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. ഇന്ത്യക്കും അദ്ദേഹത്തിൻ്റെ ഈ അഡ്രസ്സിങ് വളരെ പ്രസക്തവും പ്രധാനവുമായിരിക്കും. കാര്യം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ അമേരിക്ക എങ്ങനെയായിരിക്കും ഭാവിയിൽ ഡീൽ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഈ പ്രസംഗത്തിലുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചൈന പോലെ, റഷ്യ പോലെയുള്ള രാജ്യങ്ങൾക്കും ഈ പ്രസ്താവം വളരെ പ്രധാനപ്പെട്ടതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശരിക്കും ഈ ലോകത്തെ ഈ കോൾഡ് വാർ സിറ്റുവേഷന് ശേഷം ഒരുപക്ഷെ ശീതസമരം എന്ന് നമ്മൾ പേരിട്ട് വിളിച്ച ഈ അമേരിക്കൻ ബ്ലോക്കിലേക്കും റഷ്യൻ ബ്ലോക്കിലേക്കും രണ്ട് കുടക്കീഴിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ കയറി നിന്ന ആ കാലത്തിന് ശേഷം ഈ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ തന്നെ ഒരു കുടക്കീഴിൽ നിന്നാണ് റഷ്യൻ അക്രമത്തോടും റഷ്യയുടെ അഭിപ്രായത്തോടും ഒക്കെ അവർ പടപൊരുതിയത്. റഷ്യ ഒരു പരിധിവരെ ചൈനയെ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അമേരിക്കയും റഷ്യ ഒരു കുടക്കീഴിൽ കയറാൻ പോവുകയാണോ എന്ന് പോലും നിരീക്ഷകർക്ക് സംശയം തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ രാജ്യങ്ങളുടെ ഇക്വേഷൻസ് മാറ്റിമറിക്കുമോ എന്ന ആശങ്കയുണ്ട്. അവരൊക്കെ തന്നെ ഇന്ന് വളരെ ശ്രദ്ധയോടെയായിരിക്കും ഈ അമേരിക്കൻ കോൺഗ്രസിൽ ഈ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പ്രസംഗത്തെ കാണുക.